ഇനി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുക്കിംഗ് തൽപര കക്ഷി, അതായത് ചെഫാന്ന് നമുക്കറിയാം. ഷെഫ് ഈ ഫുഡ് കുക്ക് ചെയ്ത് തരുമ്പോ ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ റെസ്റ്റോറന്റിൽ ഒരു ചായക്കട ഉണ്ടോ? അല്ല, ഞാൻ പണ്ട് റെസ്റ്റോറന്റ് വന്നപ്പോ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ഒരു ഉണ്ടാക്കിയല്ല സെറ്റ് പൊളിയാം. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ആള് വൻ സംഭവമാണ്, ഷെഫാണ്, വൺ ആൻഡ് ഓൺലി FC Boy. വെൽക്കം ടു ദി ഷോ. ഇത് ഭയങ്കര ഈസി ആണല്ലേ? വളരെ ഈസി ആയിട്ടുള്ള സ്ഥലമാണല്ലേ? ഒരിക്കലും സിമ്പിൾ അല്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അത്രേ ഉള്ളൂ. നീ ഇത് ബിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? പരിപ്പിട്ടിരുന്നോ? ബട്ടർ ഗാർലിക് ഞാൻ അവിടെ അനുമോളിനറിയാം, പിന്നെ ജിസേലിനറിയാം. അടിപൊളി റിവ്യൂ പറയും. സോ സിമ്പിൾ ആണ് ആൻഡ് സോ എലഗന്റ്, സോ ബ്യൂട്ടിഫുൾ, നമ്മൾ ഇതിനിടയിൽ ചക്കയൊക്കെ പഠിച്ചായിരുന്നു. Must try guys, must try. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് ഫൈബഗോഡ്. ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് FC Boy ഒന്നീലാണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ആളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. ജീവിച്ചു പോകുന്നു, അതന്നെ വലിയൊരു കാര്യമാണ് അല്ലെ? സമാധാനത്തോടെ ജീവിച്ചു പോവാന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറെ പോയിന്റ്സ് ഇങ്ങനെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മമ്മിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും ഹാപ്പി. മമ്മി, അനിയൻ, അച്ഛൻ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അന്ന് ഫസ്റ്റ് ഇത് ഇന്റർവ്യൂ വന്നപ്പോ മമ്മി എനിക്ക് വാക്കത് ഉന്നീലിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. മമ്മിയുടെ അടുത്തുള്ള വാക്കിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതുപോലെ നമ്മള് ഫൈനൽസ് കഴിഞ്ഞിട്ട് ഓർമ്മയില്ല, നമ്മള് സംസാരിച്ചു ഫൈനൽസ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദിവസം. ഓക്കെ, അപ്പം നമുക്ക് തുടക്കം തന്നെ ഒരു ലൈഫ് ജേർണി. അതായത് ഒരുപാട് ലൈക്ക് ലോയർ ആണ്, ഷെഫ് ആണ്, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇത് ഒന്നാമത് ഈ ഒരു ഇതിലോട്ട് വരാനുള്ള നോർമലി ഒരാൾക്ക് എന്താ പറയാ, ഷെഫ്, അഡ്വക്കേറ്റ്, ഇത് രണ്ടും രണ്ട് ദിശയാണ് അല്ലെ? രണ്ട് രീതിയിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അപ്പോ എങ്ങനെയായിരുന്നു സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്? അതിൽ നിന്ന് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തി? സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോ സ്കൂളില് ഞാനൊരു എന്താ പറയാ, സ്റ്റുഡിയസ് എന്ന് ഞാൻ വിളിക്കില്ല. പക്ഷെ സ്റ്റഡീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. ലൈക്ക് നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പിന്നെ എക്സ്ട്രാ കരിക്കുലേഴ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാണ്. സ്കൂൾ ലെവലിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹാട്രിക് ഇയർ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്യും. മിമിക്രി, സ്കിറ്റ്, നാടകം, സ്പീച്ച്, എലക്യൂഷൻ, ഡിബേറ്റ്, അങ്ങനെ കുറെ ക്വിസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 11th 12th ആയാലും ഈ പറഞ്ഞ പോലെ ഞാൻ ആ സ്കൂളിലും ഇതേപോലെ കലോത്സവം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കോളേജ് ലെവൽ വരെ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെയൊക്കെ. കാരണം ഞങ്ങളുടെ ലോ ഇത്തിരി ടഫ് ആയതുകൊണ്ട് ഞാൻ നാഷണൽ ലോ സ്കൂളിൽ പഠിച്ച കാരണം ഈ പറഞ്ഞ പോലെ കോ കരിക്കുലർസ് കുറെ ഉണ്ട്. എക്സ്ട്രാ കരിക്കുലേഴ്സിനെക്കാളും കൂടുതൽ നമ്മളിപ്പോ മൂഡ് കോർട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തന്നിട്ട് കേസായിട്ട്. അപ്പൊ അതൊക്കെ ആ കോമ്പറ്റീഷൻസ് ഒക്കെ പോയി ഞാൻ അവസാനം ലൈക് കോളേജിൽ പഠിക്കുമ്പോ തന്നെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പുറത്ത് ഓസ്ട്രേലിയയിലൊക്കെ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. അപ്പൊ കോമ്പറ്റീറ്റീവ് ആയിരുന്നു സ്കൂളില്, കോളേജ് ലെവലിൽ. അതായിരുന്നു കൂടുതലും നമ്മൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സ്. എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഇത്തിരി പെർഫെക്ഷൻ നോക്കി അവസാനം വക്കീലായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വർക്ക് ചെയ്തപ്പോ ഞാൻ ഷിപ്പിംഗ് ലോയർ ആയിരുന്നു. ഞാൻ പുറത്തുപോയി സൗത്ത് ആംപ്ടണിൽ പഠിച്ചു. അത് മാസ്റ്റേഴ്സ് ചെയ്തു അവിടെ ഷിപ്പിംഗ് ലോയില്. അതിനുശേഷം പിന്നെ ഞാൻ ഇന്റർനാഷണൽ ലോ ബേസ്ഡ് ആണ് വർക്ക് ചെയ്തത്. ഇവിടെ വന്നു, നാട്ടിൽ വന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ദോഹയിൽ പോയി. അവിടെ ഒരു വർക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആ ജോബിലായിരുന്നു. 2017 ഞാൻ പ്രൊഫഷൻ വിട്ടു. ലൈക്ക് ആസ് ഇൻ ഫുൾ ടൈം പ്രൊഫഷൻ വിട്ടു. യു നെവർ സ്റ്റോപ്പ് ബീങ് എ ലോയർ എന്നാണല്ലോ നമ്മുടെ ഓത്ത് അനുസരിച്ച്. നമ്മൾ ലോയർ ആണ് എപ്പോഴും. അഡ്വക്കേറ്റ്, റെപ്രസെന്റിങ് സംബഡി ഇൻ കോർട്ട് അല്ല. അത് ഞാൻ ഒരിക്കലും അല്ലായിരുന്നു. ഞാൻ കോർപ്പറേറ്റ് ലോയർ ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ വോയിസ് ഉയർത്താറുണ്ട് ഇപ്പോഴും ത്രൂ ആക്ടിവിസം, കമ്മ്യൂണിറ്റി വർക്ക്. എവിടെയൊക്കെ ആവശ്യമുണ്ട് എന്നെ ഡിഫെൻഡ് ചെയ്യാനും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ
ഈ ഒരു പാത്ത് അതിലേക്ക് ഇതിന്റെ ഇടയില് വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് FC ബോയ്, അത് സ്വന്തമായിട്ട് ഇട്ട പേരാണോ അല്ലെങ്കിൽ ആ ഒരു FC ബോയില് അവിടെ ഒനിയലിന്റേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട് അല്ലേ? യു നോ ഈച്ച് ആൻഡ് എവറിതിങ്, സം ഹിഡൻ തിങ്സ് ഓഫ് ഫോർട്ട് കൊച്ചി. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ അത് ഒരുപാട് അറിയാത്തത്, അല്ലെങ്കിൽ ഞാനും ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ലാസ്റ്റ് ടൈം ഡാറ്റുമായിട്ട് സംസാരിച്ചപ്പോഴും ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പൊ അവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് ഫോർട്ട് കൊച്ചി, ഞാനും കൊച്ചിയാണ് ബട്ട് നോട്ട് ബോൺ ബോട്ടപ്പ് ഇൻ കൊച്ചി. അപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ഒരു 4 ഹൈലൈറ്റ് ആൻഡ് അതില് എന്താ പറയാ, ഡാറ്റു പറഞ്ഞ സംഭവം ഉണ്ട്, മമ്മിയും പറഞ്ഞ സംഭവമാണ്. വിത്ത് യു നൈറ്റ് ആണെങ്കിൽ എവിടെയെങ്കിലും മറക്കാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഫോർട്ട് കൊച്ചി ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിജനമായ വഴിയാണെന്നാണ് എന്റെ ഒരു ചെറിയ അറിവ്. അപ്പൊ ഫോർട്ട് കൊച്ചിയിലെ ഒരു 4 ഹിഡൻ അടിപൊളി സംഭവം, മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഫോർട്ട് കൊച്ചിയിലെ 4 ഹിഡൻ സംഭവങ്ങളല്ല. ഫോർട്ട് കൊച്ചി ഇസ് ഓൾ അബൌട്ട്, ഫോർട്ട് കൊച്ചി മട്ടഞ്ചേരി എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ, കുറെ ഹിസ്റ്ററി ഇതില് ഉള്ളത് കാരണം, ഉറങ്ങിക്കിടക്കുന്ന കാരണം കുറച്ചൊക്കെ മാജിക്കൽ റിയലിസം ഉണ്ട്. ചിലതൊക്കെ റിയൽ അല്ല, ചിലതൊക്കെ റിയൽ ആയിട്ട് തോന്നും. അങ്ങനെയാണ് ഞാൻ ഫാന്റാസ്മ എന്ന് പറയുന്ന ഒരു നൈറ്റ് വാക്ക് തുടങ്ങുന്നത്. സോ അതൊരു 600 മീറ്റേഴ്സിനകത്ത് നടന്ന് ചുറ്റി നമ്മൾ കഥകൾ പറയും. പഴയ ചാക്യാർ കൂത്ത് മാതിരിയാണ്, ആക്ഷേപഹാസ്യമാണ്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കലോത്സവത്തിനൊക്കെ ഒരുപാട് പോയിട്ടേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ പുതിയൊരു രീതിയിൽ നമ്മുടെ നാടിനെ പറ്റി സംസാരിക്കാനുള്ള നെറേറ്റീവ് എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത്. പ്രൊഫഷനൊക്കെ ക്വിറ്റ് ചെയ്ത് നമ്മൾക്കായിട്ട് അറിയാവുന്ന രീതിയിലുള്ള ദൈവം തന്നിട്ടുള്ള കലകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്കുള്ള ടാലൻസിന് ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ടാലൻസ് ഒക്കെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതി. അപ്പൊ അങ്ങനെയാണ് ഐ ഗെറ്റ് നോട്ടിസ്ഡ് ഫോർ ബിഗ് ബോസ് ഓൾസോ, കമ്മ്യൂണിറ്റി വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നേരത്തെ ദേവു എന്നോട് ചോദിച്ചില്ലേ 4 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഫോർട്ട് കൊച്ചി എന്നാണല്ലോ പേര്. ഫോർട്ട് കണ്ടിട്ടുണ്ടോ? എക്സാക്ട്ലി. അപ്പൊ കഥകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഒരുപാട് പോയിന്റ്സിലൂടെ കൊണ്ടുപോകും. 4 പോയിന്റ്സ് അല്ല, ചിലപ്പോ കുറെ പോയിന്റ്സ് ഉണ്ടാവും നമ്മുടെ ജേർണിയില്. അപ്പൊ അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബിഗ് ബി ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ, അപ്പൊ അത് ശരിക്കും വാസ്കോ ഹൗസ് എന്നാണ്, അതിനൊരു ചരിത്രമൊക്കെ ഉണ്ട്. അത് നമ്മൾ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പോയാലും കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നതല്ല, അവിടെ വാസ്കോ ഡി ഗാമ മരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഞാൻ എന്റെ ടൂറിൽ ഒരിക്കലും ഈ കൊളോണിയൽ ഹിസ്റ്ററി മാത്രം പറയില്ല. കൊളോണിയൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും വാസ്കോ ഡി ഗാമ മരിച്ചു, വാസ്കോ ഡി ഗാമ ജനിച്ചു ഇവിടെയാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത് ഓൾറെഡി ടൂർ ഗൈഡുകൾ ചെയ്യണ്ടല്ലോ. ഞാൻ നാട്ടുകാരെ കഥ പറയാം. ഇപ്പൊ കാപ്പിരി മുത്തപ്പൻ അല്ലെ ഭ്രാന്തൻ കുരിയച്ചൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയാം. നമ്മളുടെ അവിടുത്തെ ഐതിഹ്യങ്ങൾ, ലെജൻഡ്സ്, ലോർസ്, മിത്സ് ഇതൊക്കെ എടുത്തിട്ടായിരിക്കും എന്റെ ഒരു സ്പൂക്ക് ട്രെയിൽ. ഞാൻ പണ്ട് സ്കോട്ട്ലൻഡിൽ പോയപ്പോ അവിടെ ഒരു ചെറിയൊരു ഹാരി പോട്ടർ ട്രെയിൽ പോലത്തെ ഒരു സാധനം അറ്റൻഡ് ചെയ്തായിരുന്നു. എനിക്കൊരു ഐഡിയ കിട്ടി, അത് നാട്ടില് വരുമ്പോ എന്തെങ്കിലും നമ്മളുടെ രീതിയിൽ ചെയ്യണം, നമ്മുടെ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു ഇംപ്രഷൻ, ഒരു സിഗ്നേച്ചർ ഇതിൽ കൊടുക്കണം. ആൻഡ് താങ്ക്ഫുള്ളി അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ ക്വസ്റ്റ്യൻ. 2 ലേഡീസ് എന്നോട് ചോദിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമില്, എന്താണ് അവര് ഫെമിനിസ്റ്റ് പോഡ്കാസ്റ്റിന്റെ ഒരു ടീമായിരുന്നു. അപ്പൊ അവർക്ക് ഈ രാത്രി ഹൗ സേഫ് ഇസ് ഈച്ച് സിറ്റി എന്നുള്ളത് റെക്കോർഡ് ചെയ്യാൻ വന്നതാണ് അവര്. അപ്പൊ അവരിങ്ങനെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഡു യു ട്രസ്റ്റ് എ സ്ട്രേഞ്ചർ അറ്റ് നൈറ്റ്? ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ, അപരിചിതന്റെ കൂടെ നിങ്ങൾ നടക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? യു ട്രസ്റ്റ് മീ? അപ്പൊ അവര് പറഞ്ഞു യെസ്. എനിക്കും ഒരു റാൻഡമാ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഐ വിൽ ഗിവ് യു എ സ്റ്റോറി സെഷൻ അറ്റ് നൈറ്റ്. എന്നിട്ട് അവരെങ്ങനെ ആദ്യം കൊണ്ടുപോയി നടപ്പിച്ചു, കുറെ കഥകൾ പറഞ്ഞു. അപ്പൊ അവർക്ക് കൊച്ചിയുടെ ഒരു വേറെ പിക്ചർ കിട്ടി. ഞാൻ അവരോട് പറഞ്ഞു ഹൗ ഇസ് കൊച്ചി നൗ? അപ്പൊ അവർ പറഞ്ഞു ഇറ്റ്സ് വെരി വെരി ഡിഫറെന്റ്, ഇറ്റ്സ് വൈബ്രന്റ് ആൻഡ് ഇറ്റ്സ് സേഫ്. ഓൾവേസ് ഗോ ഔട്ട് വിത്ത് എ ലോക്കൽ എന്നുള്ള രീതിയിലുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ യൂഷ്വലി ഒരു കൊച്ചിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലേ, അതായത് എന്താ പറയാ, ഒരു ഡ്രഗി, ഒരു ഗാങ്സ്റ്റർ, ഒരു എന്താ പറയാ, ഒരു അൺഎഡ്യൂക്കേറ്റഡ് ഫ്രീക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇപ്പൊ ബിഗ് ബോസിലോ നീലിനെ കണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഈസ് മൈ എയിം ഓൾസോ. നമ്മള് നോട്ട് ലൈക്ക് ഓൾ എല്ലാരും ഫോർട്ട് കൊച്ചിയിലുള്ള ആൾക്കാരെല്ലാരും ഇത് തന്നെയല്ല. അപ്പൊ അതൊരു പോപ്പ് കൾച്ചറിലൂടെ വരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അത് മാറണമെങ്കിൽ യു ഹാവ് ടു കം ബി ഇൻ ഫോർട്ട് കൊച്ചി. So I encourage people to come to Fort Kochi and experience this part of Kochi. What is real, what is not real. ചിലതൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ലായിരിക്കും. ഇപ്പൊ അവിടെ ഫോർട്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ആ ഫോർട്ടിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതെന്റെ ഈ ഫാന്റാസ്മ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. So I always
വെൽക്കം ടു അതെ ഫാന്റാസ്മ. 2 പ്രാവശ്യം വിളിച്ചിട്ട് ലൈക്ക് മിസ്ഡ് ഇറ്റ്. ഓക്കെ, ബിഗ് ബോസ്. യെസ്, ബിഗ് ബോസ് അല്ലെ. അപ്പോ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലെ ബിഗ് ബോസിൽ വരണം എന്നുള്ളത്. അപ്പം എങ്ങനെ അതിന്റെ ഒരു ഫസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തു? ലൈക്ക് ഒറ്റ കോളിൽ തന്നെ യു ഡിസൈഡഡ് ഓർ ഒരു പ്ലാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ എനിക്ക് ഈ ഗെയിം നന്നായിട്ട് കളിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേയുടെ സീസൺ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് മുന്നത്തുള്ള സീസൺ കണ്ടിട്ടുണ്ട്. ഈ അതിന് മുന്നത്തുള്ള സീസണിൽ എന്റെ പോയിന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മി സ്ഥിരം ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. മമ്മി ഇങ്ങനെ എല്ലാ ദിവസവും ബിഗ് ബോസ് അഡിക്ഷനിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ വരുമ്പോ മമ്മിയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് റോബിൻ ആയിരുന്നു. അപ്പൊ റോബിൻ സീസൺ 4 റോബിൻ വന്നിട്ട്, അപ്പൊ ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണില്ല. റോബിനാണ് മമ്മിയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. അപ്പൊ റിയാസ് വന്നിട്ട് റോബിനെ പുറത്താക്കി. അപ്പൊ ഞാൻ മമ്മിയുടെ ഫേവററ്റ് ആള് പോയല്ലോ, മമ്മി ഭയങ്കര വിഷമത്തിലായി. അപ്പൊ ഞാൻ അപ്പോഴാണ് റിയാസിനെ നോട്ടീസ് ചെയ്ത് തുടങ്ങണം. കൊള്ളാം. അപ്പൊ ഞാനിപ്പോ ഈ ഗെയിം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഓ മമ്മിയുടെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനോടുള്ള ഒരു ഇത് വിഷമം മമ്മിക്ക് മാറണം. മമ്മി പറഞ്ഞ റിയാസ് എന്താണ് പറഞ്ഞ വന്ന് നല്ല രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ഇത് പറഞ്ഞ മമ്മി പറയും, നീ കയറണോടാ, അതാ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ നിനക്കും പറ്റും, അങ്ങനെ കുറച്ച് ലൈക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള അവരുടെ ഒരു വിശ്വാസം, മമ്മിയുടെ ഒരു വിശ്വാസം എന്റെ പുറത്ത്. ഞാനൊരു ഗെയിമർ എന്നുള്ള നിലക്ക് ഞാൻ പിന്നീട് എനിക്ക് നിങ്ങളുടെ സീസണിലെ ഓരോ ആൾക്കാരുടെ ഗെയിം ഞാൻ വളരെയധികം വിലയിരുത്തുമായിരുന്നു. പകിൽമാരാറിന്റെ ആയാലും ശോഭയുടെ ആയാലും വിഷ്ണു ജോഷി ആയാലും എല്ലാവരും ഗെയിം കാണും. എനിക്ക് എല്ലാവരും ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കുറെ ഫേവറേറ്റ്സ് ഉണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ആൾക്കാരുടെ ഗെയിം നോക്കിയിട്ട് അവര് മൈൻഡ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ എങ്ങനെ ഒരു ഗെയിമിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് കളിച്ചാലും ജയിക്കണമല്ലോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഒരു സ്റ്റൈല് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ സ്റ്റൈല് പഠിക്കില്ല. നമ്മൾ ഇവരെവിടെയാണ് സ്ട്രാറ്റജൈസ് ചെയ്തത്, ഇവരെങ്ങനെയാണ് ഈ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ കോമ്പറ്റീറ്റീവ് ആണ്, ഒരു കോമ്പറ്റീഷന് പോകുമ്പോ അതിന്റെ ഗെയിം ഫേസ് വേണമെന്നുള്ള ഒരു ആവശ്യമുള്ള ആളാണ്. പക്ഷെ നമുക്കൊരു പേരും ഉണ്ട്. ഇപ്പൊ ഈ FC ബോയ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു പെൻ നെയിം ആണ്. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, സോൾ ഫ്രൈഡ് മോണോലോഗ്സ് എന്ന് പറഞ്ഞിട്ട് 2016. അപ്പൊ ആ സമയത്ത് പെൻ നെയിം ആയിട്ട് FC ബോയ് ഇട്ടതാ. കാരണം ഞാൻ ഫോർട്ട് കൊച്ചിയില് ലൈക്ക് മദറും ഫാദറും ഒക്കെ ഫോർട്ട് കൊച്ചിക്കാരാണ്, ജനിച്ചത് അവിടെയാണ്. മൈ മേജർ കണക്ഷൻ ഇസ് മൈ പ്ലേസ്. അപ്പൊ ഐ വോണ്ട് ടു ബ്രിങ് നെറേറ്റീവ്സ് എന്റെ സ്ഥലത്തിനെ പറ്റിയുള്ളത് ത്രൂ വാട്ട് എവർ ഐ ഡു. കമ്മ്യൂണിറ്റി വർക്ക് ആയാലും ഫുഡ് ആയാലും എന്റെ കൾണറി ആന്ത്രപ്പോളജി റിസർച്ച് ആയാലും ഇതിലെല്ലാം ഞാൻ എന്റെ കുസീൻ അല്ലെങ്കിൽ എന്റെ നെറേറ്റീവ് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ റെപ്രസെന്റ് മൈ പ്ലേസ് വെരി വെൽ എന്നുള്ള രീതിയിലാണ് എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഒരു പയ്യൻ FC ബോയ്. എന്നിട്ട് ഞാൻ ആ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തത്, നോട്ട് ഫീഡിങ് ടു സ്റ്റീരിയോ ടൈപ്സ് ഓഫ് ഫോർട്ട് കൊച്ചി, നോട്ട് പീപ്പിൾ ഫ്രം ഫോർട്ട് കൊച്ചി. നമ്മൾ റെപ്രസെന്റിങ് ദ പ്ലേസ്. ആ രീതിയിൽ ഐ എം വെരി ഹാപ്പി. ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടുകാരുടെ സ്നേഹം ഭയങ്കരമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ MLA ഒക്കെ സ്വീകരണം, കൗൺസിലറുടെ ഒക്കെ സ്വീകരണം, അങ്ങനെ കുറെ നാട്ടില് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ ഇവിടെ തൃശ്ശൂർ വന്നപ്പോ കേരളത്തിൽ എവിടെ ചെന്നാലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു 63 ഡേയ്സ് ഫെയിം ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളും പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ലൈക്ക് അലൈൻ ചെയ്തു വരും. അതാണ് ബിഗ് ബോസ് കൊണ്ട് ആക്ച്വലി ഇതില് കയറിയപ്പോ തന്നെ ഒരു സിഗ്നേച്ചർ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ആർക്കും ഒനീൽ എന്ന് പറയുന്ന സംഭവം കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോ ആ പേരും ഇപ്പൊ ചോദിച്ചപ്പോഴുള്ള മറുപടി ലൈക്ക് അപ്പനും അമ്മയും ഫ്രീക്ക എന്നുള്ള രീതിയിൽ. അപ്പോ ആസ് എ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു, അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോ ആദ്യം കിട്ടിയൊരു സംഭവമാണ് മറ്റേ ഡ്രസ്സിന്റെ പണിപ്പുര. അപ്പൊ മമ്മി പറഞ്ഞ കാര്യമുണ്ട്, ടിപ് ടോപ്പ് ആയിട്ട് കോസ്റ്റ്യൂമിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഡ്രസ്സിന്റെ പ്രശ്നം കൊണ്ടൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതേപോലെ ഗെയിം ചിലവരുണ്ട് ഒരു 2 വീക്ക് കഴിയുമ്പോഴായിരിക്കും ട്രാക്ക് പിടിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഡിലേ, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരുന്നോ? എനിക്ക് ഈ ഗെയിം ഈ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ലല്ലോ. ലാലേട്ടന്റെ എപ്പിസോഡിലല്ലേ നമ്മൾ അറിയുള്ളൂ. ലാലേട്ടൻ വന്നിട്ട് ഫസ്റ്റ് വീക്ക് വന്നിട്ട് എവിടെ വിളിച്ചിരിക്കായിരുന്നു ചോദിക്കുമ്പോ നമ്മൾ ചെയ്തൊന്നും പുറത്തു പോയിട്ടില്ല. അപ്പൊ നമുക്കറിയില്ലല്ലോ എന്താ നമ്മൾ ചെയ്യണ്ടേ. ഈ ഗെയിം പല രീതിയിൽ കളിക്കാലോ. അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ എന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ. പിന്നീട് നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീക്ക് കിച്ചണൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി.
ലൈക്ക് നല്ല രീതിയിൽ നമുക്ക് 20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതും ലിമിറ്റഡ്. അതിപ്പോ അവിടെ ആദ്യം അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോ ഫസ്റ്റ് തന്നെ ചോദിച്ചു കിച്ചൺ ടീമിലേക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു. 2 കയ്യേ പൊങ്ങിയുള്ളൂ. ഒന്ന് ഞാനും ഒന്ന് ബിന്നിയും. പിന്നെ രഞ്ജിത്ത് മുൻഷി അപ്പൊ അവിടെ നിന്ന് ചോദിച്ചായിരുന്നു അത് ഇവിടെ ബാക്കിയുള്ളവർ തിന്നാൻ വന്നതാണെന്ന് ചോദിച്ചു. മനസ്സിലായി. അപ്പൊ കിച്ചൺ ഒരു ടഫ് ഏരിയ ആണ്. അത് അതിനകത്ത് യൂസ്ഡ് ആവാൻ വേണ്ടി ഫസ്റ്റ് വീക്ക് ഞാനുള്ള കാരണം ഞാൻ അവിടെ ചെന്ന കാരണം ആദ്യമായിട്ട് എല്ലാരെയും മൈക്രോവേവിൽ ചായ ഇടാൻ പഠിപ്പിച്ചു. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പണി കുറഞ്ഞിട്ടി. കാരണം ഗ്യാസ് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഗ്യാസ് തീർന്നു പോരുത്. അപ്പൊ നമ്മളോട് അങ്ങനെ പറഞ്ഞു ഗ്യാസ് തീർന്നു. എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി ആദ്യം ആൾക്കാർ ഭക്ഷണത്തിന് ഇടി വീഴും. കാരണം വസ്ത്രവും ഇല്ല ഭക്ഷണവും ഇല്ല ഇഷ്ടത്തിനുള്ള. അപ്പൊ ഭക്ഷണത്തിനുള്ള ഇടികൾ ഉണ്ടാവും. ഞാനായിട്ട് ഭക്ഷണത്തിന് ഇടി ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓൺലി ഹോട്ടൽ ടാസ്കിൽ മാത്രം ഒരു പ്രാങ്ക് പോലെ അവർ ചെയ്തത് എന്റെ അടുത്ത്. അല്ലെങ്കിൽ പക്ഷെ അപ്പൊ ഞാൻ സ്മൂത്ത് ആയിട്ട് പോകുമ്പോ ഈ പറഞ്ഞ പോലെ ചിലപ്പോ നമുക്ക് പുറത്ത് പ്രേക്ഷകർ നമ്മളെ ലൈക്ക് കാണുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഷ്യൂ ഉണ്ടാക്കില്ല. മേജർ ഇഷ്യൂസിൽ മാത്രം കയറുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് സെക്കൻഡ് വീക്കിന് ശേഷം ഞാൻ ലാലേട്ടനോട് പറഞ്ഞപ്പോ തന്നെ ഞാനൊരു ലേറ്റ് ബ്ലൂമർ ആണ്. സ്ലോ ആയിട്ട് ലേറ്റ് ബ്ലൂമർ എന്ന് വിളിക്കില്ല, സോറി, ഞാനൊരു സ്ലോ ആൻഡ് സ്റ്റഡി മുമ്പിലോട്ട് പോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ ഗെയിം മനസ്സിലാക്കി ആൾക്കാരെല്ലാം സ്റ്റഡി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി മിഡ് വീക്ക് എവിക്ഷനിൽ. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ബിക്കോസ് നോർമലി സീസണിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുൻഷിയുടെ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞ് കുറച്ചും കൂടി നിന്നിരുന്നെങ്കിൽ മേ ബി പുള്ളി എന്തെങ്കിലുമൊക്കെ ഒന്നൊരു കണ്ടന്റ് കൊടുത്തന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീസൺസിലും ഈ സെക്കൻഡ് വീക്കിലൊക്കെ ആകുമ്പോ എവിക്റ്റായി പോകുന്നവരുണ്ട്. അപ്പൊ അവര് പുറത്തു വന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ചിലർക്ക് ഗെയിം പിച്ച് ചെയ്യാൻ സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ആർട്ടിഫിഷ്യൽ കണ്ടന്റ് തന്നെ ആണല്ലോ. ഇപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എവിടെ ക്യാമറ അവിടെ എന്ത് കണ്ടന്റ് കൊടുക്കണോ അതെങ്ങനെ പുറത്തേക്ക് പോകുന്നുള്ള ഒരു ഐഡിയ ആണ് അവിടെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇല്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ആ ഒരു സംഭവം. അപ്പൊ ആ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്ക് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒളിച്ചിരിക്കായിരുന്നു എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അവിടെ നിന്ന് പെട്ടെന്നൊരു ഗ്രാഫ് ഹൈപ്പായി. 2 വീക്സ് ഫസ്റ്റ് വീക്ക് ആ ഒരു ഗ്രാഫ് ഹൈപ്പായി അല്ലെ? ആ ഒരു ഗ്രാഫ് ഹൈപ്പായി. അത് ഗെയിം ജയിച്ചിട്ടാണ് ഹൈപ്പായത്. നമ്മള് സെച്ചാധിപതി ടാസ്ക് ഒക്കെ വരുമ്പോ 3rd വീക്കില്, അതായത് നെവിന് ഓടിപ്പോകുന്ന സമയത്ത് അന്ന് ഞാനാ ജയിച്ചത് സെച്ചാധിപതി. പിന്നീട് ആൾക്കാരെല്ലാരും കൂടി ഇഫ് യു സീ മൊത്തത്തിൽ എല്ലാരും കൂടി എന്നെയാണ് പുറത്താക്കിയത്. ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടല്ലേ പുറത്താക്കിയത്. അതെന്റെ പടം കത്തിക്കുന്നു. ഓക്കെ, എല്ലാരും കൂടി തീരുമാനിച്ചു എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു. പിന്നെ അതുകൂടാണ്ട് നമ്മള് ഡിബേറ്റിലൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റില്ലായിരിക്കും ആ രീതിയിലായിരുന്നു. ഈ പറഞ്ഞ ആദ്യം ഓരോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ ഗ്രൂപ്പൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോ ആദ്യം വോട്ട് ചെയ്യുന്നത് ഒരു ഡിബേറ്റ് നടക്കുമ്പോ ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവരുടെ ആളെ ജയിപ്പിക്കാൻ നോക്കും. അപ്പൊ ഒരുപാട് മെജോറിറ്റി വോട്ട്സ് കിട്ടും. പിന്നീട് അത് മാറി. നമ്മൾ ആ ഗ്രൂപ്പൊക്കെ പതുക്കെ പൊളിച്ചു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വരുന്നത് എന്റെ ഈ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഞാൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള സമയം കിട്ടി ഏത് കണ്ടസ്റ്റന്റ് എങ്ങനെയാണെന്നുള്ള രീതി. അപ്പൊ ആ രീതിയിലായിരുന്നു നമ്മൾ കളിച്ചിരുന്ന വെച്ചാൽ പിന്നെ ഒബ്വിയസ്ലി എന്റെ ഗ്രാഫ് മുകളിലേക്കേ പോയിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ പിന്നെ ലാസ്റ്റ് ഫാമിലി വീക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ വീക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്കറിയില്ല ഫാമിലി വീക്കിൽ എങ്ങനെയാണ് പ്രേക്ഷകർ എന്താ ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ തിരിച്ചു പോയിട്ട് എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇല്ല. കാരണം എന്താ വെച്ചാല് നമ്മള് കുറെ ഫ്രണ്ട്ഷിപ്സ് അവിടെ ബിൽഡ് ചെയ്തു, നല്ല ഫ്രണ്ട്ഷിപ്സ്. അപ്പൊ ഇനി തിരിച്ചു പോയിട്ട് ഇനിയിപ്പൊ അവര് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അല്ലെ ബിഹൈൻഡ് ദ ബാക്ക് അവരെന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ല. അത് വെറുതെ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ചിലപ്പോ വേണ്ട, ഒരു പ്രശ്നത്തിലാവും. ഞാൻ അതുകൊണ്ട് അതൊന്നും പോയി കണ്ടിട്ടില്ല. ഈ റീ എൻട്രിക്ക് കയറിയപ്പോ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് അത് ഓക്വേർഡ് ആയിട്ട് തോന്നിയായിരുന്നു? അവിടെ ആരോടെങ്കിലും അത് വേണ്ട സ്റ്റോപ്പ് ചെയ്യണമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു? ഞാൻ റീ എൻട്രിക്ക് ചില്ല് ചെയ്യാൻ പോയതാ. യെസ്, അഭിശ്രീ ഓൾസോ. അബി എന്നെക്കാളും മുമ്പ് പോയ ഒരു ദിവസം. പക്ഷെ അബിയും പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ആ ഒരു ഇത് കണ്ടപ്പം അതെങ്ങനെയാണ് ജഡ്ജ് ചെയ്ത് ലൈക്ക് എന്താ കാണിക്കുന്നത്? കാരണം എനിക്കതൊരു ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മളും ഗ്രാൻഡ് ഫിനാലെ റീ എൻട്രി ചെയ്തപ്പോ ഈ പറഞ്ഞ പോലെ ഗെയിം കഴിഞ്ഞു, ചില്ലായിട്ട് തന്നെയാണ് പോയത്. അപ്പൊ അവിടെ കുറച്ച് ഇതില് അതിനെങ്ങനെ കാണുന്നുണ്ട്? ഇസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് മീ. നോട്ട് അറ്റ് ഓൾ. എന്നെ എഫക്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർക്കും ഓരോ വാല്യൂസ്, ഓരോ ക്വാളിറ്റി ഉണ്ട്, ഓരോ മെച്യൂരിറ്റി ലെവൽസ് ഉണ്ട്. അപ്പൊ ഇന്ന ആള് ഇങ്ങനെ കളിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരുപക്ഷെ അവരുടെ എന്താ പറയാ ഒരു ക്ലിയർ കട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ചിലപ്പോ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ചിലവരുടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓരോരുത്തരുടെയൊക്കെ ഓരോ രീതിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ ചില്ല് ചെയ്യാൻ പോയതാ. കപ്പും
തേങ്ങയൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് ബഹളവും ഇടിയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഈ എല്ലാരും തന്നെ ടോപ്പ് 5, ടോപ്പ് 6, ടോപ്പ് 7 ഉണ്ടായിരുന്നു ആ സമയത്ത്. അത്രയും ആൾക്കാർ ഇമ്പോർട്ടന്റ് ആയിരുന്നു നമുക്ക് എല്ലാരും. അവരാ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അവര് ഇപ്പൊ 100 days അടുപ്പിക്കാറായി. അപ്പൊ ആ സമയത്ത് അവരെ നമ്മൾക്ക് മെന്റലി ഡൗൺ ആക്കാൻ തോന്നില്ല. എന്തിനാ ഡൗൺ ആക്കണേ? എനിക്ക് അങ്ങനെ ഒരു മനസ്സില്ല. അവരെ പോയിട്ട് മെന്റലി ഡൗൺ ആക്കണം. അവർ കപ്പിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് പുഷ് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഇത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ ആരോടും ഡിസ്കസ് ഒന്നും ചെയ്തില്ല ഇതിനെപ്പറ്റി. ഞാൻ ഒരു പ്ലാൻ ഒന്നും വെച്ചില്ല. കാരണം എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും മോട്ടിവേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ ആൾക്കാർക്ക് കുറച്ച് ഹിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കുറെ പേരൊക്കെ മാറ്റി നിന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി കണ്ടു. റീ എൻട്രിക്ക് കയറുമ്പോ ആദ്യത്തെ ആൾക്കാര് ആദ്യം കയറി ആദ്യത്തെ ദിവസം കയറിയ ആൾക്കാർ ഞാൻ ലാസ്റ്റ് ഡേ കയറിയത്. അപ്പൊ എനിക്ക് സമയം ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ട് എന്താ ചെയ്തതെന്ന് കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ആ ഒരു എന്താ പറയാ ഒരു അങ്ങനെ ഒരു പ്രശ്നം കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല കയറിയത്, ചില്ല് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഞാൻ ആക്ച്വലി എനിക്ക് ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നപ്പോ ലൈക്ക് ഫുൾ 63 days ഉണ്ടായിരുന്നപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആ സമയത്ത് പോയി ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ കിടന്നുറങ്ങി, പട്ടി വരക്കൂല, ആ ഗെയിം കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ എൻജോയ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്. നമ്മളെ കുറെ വീഡിയോസ് ഒക്കെ കാണിച്ചിരുന്നു ആ സമയത്ത്. നല്ല സെലിബ്രിറ്റി വീഡിയോസ്, പിന്നെ നല്ല ചിരി നിമിഷങ്ങള്, അതൊക്കെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ നല്ല രസമാണ്. അപ്പൊ എൻജോയ് ചെയ്യാ. ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ ഫൈനലിന്റെ ദിവസങ്ങളൊക്കെ എല്ലാരും കൂടിയായിരുന്നു. നല്ലൊരു റീയൂണിയൻ ഒക്കെ ആയിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. ആ വീട്ടില് പെട്ടെന്ന് യുവർ ഫേവറേറ്റ് പ്ലേസ് ഓൾമോസ്റ്റ് അവിടെ ഇരിക്കാൻ അങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് ഊഞ്ഞാൽ ഊഞ്ഞാൽ നോ ഡൗട്ട്. ഊഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ സമയം ഇരുന്നിട്ടുള്ളത്. ഊഞ്ഞാലിലാണ് പല കാര്യങ്ങളും. ഓക്കെ, ഇനി ഞാൻ കുറച്ചും കൂടി ഇന്ത്യ പേഴ്സണലോട്ട് പോവാണ്. എന്റെ പേഴ്സണൽ ഇതില് ഒരു തവണ അതിന്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞിരുന്ന ഒരു ബ്രേക്കപ്പിന്റെ കാര്യം. ബ്രേക്കപ്പോ? ഞാനോ? ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? റിലേഷൻ ഉണ്ടായിരുന്നു. ഓ ഉണ്ടായിരുന്നല്ലോ. അത് ഇതിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈവൻ എനിക്ക് തോന്നുന്നു ലാലേട്ടനുള്ള സമയത്തൊക്കെയാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യം സംസാരിച്ച അത് പിന്നെ പോയി, അത് വിട്ടുപോയി എന്നുള്ള രീതിയിൽ കൂടുതൽ ഇത് ഏതാണെന്ന് എനിക്ക് പിടിയിട്ടുള്ള കണ്ണപ്പൻ ചേട്ടന്റെ ദാസപ്പൻ എനിക്ക് ഒന്നും അറിയില്ല ആക്ച്വലി. ശരി, അതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നുണ്ട്. നേരെ പറഞ്ഞ എന്താ പറയാ, സീരിയസ് റിലേഷൻഷിപ്സ് ഒബിയസ്ലി അതിന്റെ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും നടന്നു പോകാണ്ടിരുന്നത്. ഈ ബ്രേക്കപ്പ് എന്നുള്ള ആ ഒരു മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് മ്യൂച്വലി ബ്രേക്കപ്പ് ചെയ്താണ്. ഒബിയസ്ലി ഒന്നും ഒരു ടോക്സിക് രീതിയിൽ ഒരാളെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ബ്രേക്കപ്സിലേക്ക് പോയിട്ടില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തേ പോയിട്ടുള്ളൂ എന്തായാലും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഈ പറഞ്ഞ പോലെ ഫോർമർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊക്കെ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴും യു ഡോണ്ട് ലീവ് എനി ഹേർട്ട്ഫുൾ ഫീലിങ്സ് ഓർ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിൽ. ഇറ്റ് വാസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ഇറങ്ങാൻ വേണ്ടി. രണ്ടുപേർക്കും നല്ലതെന്ന് തോന്നുമ്പോ രണ്ടുപേരും ഒരു സമയത്ത് അത് അഗ്രി ചെയ്ത് മാറുക എന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ലൈഫ് ലോങ് ഒരു കേസ് പോലെ മാറരുത്. നമുക്കും ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഒരു കാര്യം. ഓക്കെ, അപ്പം ഏജ് ഇസ് ജസ്റ്റ് നമ്പർ. എന്നാലും ഈ 42 yearsന്റെ ഉള്ളിലുള്ള ഒരു ഓനിയലിന്റേതായ ഒരു വൈബ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു ഓറ ഉണ്ട്. അത് എങ്ങനെയും എന്താ പറയാ, അതൊരു ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി സ്പ്രെഡ് ആവുന്നുണ്ട് ആസ് എ പേഴ്സൺ ത്രൂ എ സ്മൈൽ, യുവർ ടോക്ക് ആൻഡ് ആകെ മൊത്തം ആ ഒരു വൈബ് ഉണ്ട്. ഓക്കെ, അപ്പം ദാറ്റ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഒരു ചേട്ടച്ചൻ വൈബ് ഉണ്ട്. ചേട്ടച്ചൻ അവന് ചേട്ടച്ചനാണ്. അവന് ചേട്ടച്ചനാണ്. കാരണം അവൻ എന്റെക്കാളും 15 വയസ്സ് ഇളയതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ ഒരു ഹീസ് ലുക്ക് അപ് ടു മീ. അപ്പൊ അവൻ അതങ്ങനെ ഫീൽ ചെയ്യും. എന്റെ അടുത്ത് ബിബു എന്നാണ് അവൻ വിളിക്കുക, ബിഗ് ബ്രദർ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ഇങ്ങനെ ചെയ്യണം. ആദ്യം കമ്പാരിസൺസ് ഉണ്ടാവുമല്ലോ വീട്ടില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഭയങ്കര സ്റ്റുഡിയോസ് ഗൈ ആയിരുന്നു.
അല്ലെങ്കിൽ നല്ല പഠിക്കുമായിരുന്നു, നന്നായിട്ട് എക്സ്ട്രാ കരിക്കുലേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പൊ ഒബിയസ്ലി എക്സ്പെക്ടേഷൻ ഹൈ അല്ലേ നമ്മുടെ അനിയന്. അപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എന്റെ ഒരു കടമയാണ്. അവൻ ഒബിയസ്ലി ഈ ഷുഡ് നോട്ട് ബി കമ്പയർഡ് വിത്ത് മീ. അവൻ അവന്റെ രീതിയിലായിട്ടുള്ള കലകളുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഇപ്പൊ അവൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോ അവന് ഇഷ്ടമുള്ള കാര്യം അവൻ തെരഞ്ഞെടുത്തു. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഒബിയസ്ലി പ്രഷർ ഉണ്ടാവുമല്ലോ, പഠിക്കണം, മറ്റേ ഇതാവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, എന്തെങ്കിലും ആവണം. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് ആയി, ഞാൻ ആ രീതിയിലെ പ്രൊഫഷൻ പെർസ്യൂ ചെയ്തത്. പക്ഷെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരുപാട് വർഷം ജീവിച്ചു. പിന്നെ നമ്മളിപ്പോ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഓഫ്കോഴ്സ് വീട്ടുകാർ കൂടെ ഉണ്ട്. വീട്ടുകാരുടെ അടുത്ത് നിന്ന് പുറത്തു മാറി നിന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ചിലപ്പോ വീട്ടുകാരും നല്ല ചില്ലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. അതെ അതെ അതെ, പാരന്റിങ് ആണ് അവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആവുന്നത്. ഈവൻ നമ്മള് മമ്മിയുടെയും പപ്പയുടെ ഇന്റർവ്യൂ എടുത്തപ്പോ പോലും ആ റെഡിയിലേക്കോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ആ രീതിയിൽ. അതെ അതെ, ചില്ലാണ് ആൾക്കാര്. അവര് അതുകൊണ്ട് ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അനിയനായാലും അവന് ഇഷ്ടമുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുത്തു. എനിക്കായാലും എന്റെ പ്രൊഫഷൻ വിടാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അത് ഓഫ്കോഴ്സ് അവരോട് ചോദിച്ചിട്ടൊന്നുള്ള ഡെസിഷൻ അല്ല, ഞാൻ ആ ഡെസിഷൻ എന്റെ രീതിയിൽ ന്യായീകരിക്കുകയാണ്. സോ ദർ വിൽ ബി എ സ്ട്രഗിൾ പീരീഡ് കുറെ ഉണ്ടാവും. നമ്മൾ എസ്റ്റാബ്ലിഷ് ആവാൻ ഒരുപാട് സമയം ഉണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയൊരു ജോബ് നമുക്ക് വേണ്ടി ഉണ്ടാക്കണം. കൾണറി ആന്ത്രപ്പോളജി എവിടെയൊക്കെ വേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിക്കൽ ഈ പറഞ്ഞ പോലെ എന്റെ കുറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ്, അല്ലെങ്കിൽ എന്റെ ഹിസ്റ്ററി, ഫോക്ലോർ, ലെജൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഞാൻ ചെയ്യുന്ന വെർട്ടിക്കൽസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ഇതൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് വന്നതാ. ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ റെസ്റ്റോറന്റ് ചെയ്തു. അത് ഇറ്റ് വാസ് നോട്ട് സച്ച് എ ഗ്രേറ്റ് കോൺസെപ്റ്റ്, പക്ഷെ ഐ ട്രൈഡ്. അങ്ങനെ കുറെ ട്രൈ ചെയ്തു. ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തു, ഒരുപാട് സാധനങ്ങൾ ഫെയിലായി, ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ അടിപൊളിയായിട്ട് ഹിറ്റായി, ചിലപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞു. അപ്പൊ അങ്ങനെ പതുക്കെ 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 ഈ സ്ട്രഗിള് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ഫ്രം യെസ്റ്റർഡേ. ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. കാരണം കമ്പയർ ചെയ്യാനൊന്നും ഇല്ല, ആരും ഇല്ല. ഇത് നേരത്തെ ചെയ്തിട്ടില്ല, പുതിയൊരു സാധനം. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു, ഹൗ ഗുഡ് യു ആർ ഫ്രം യെസ്റ്റർഡേ. ഇഫ് യു ആർ ബെറ്റർ ദൻ യെസ്റ്റർഡേ യു ആർ ഡൂയിങ് ഗുഡ്. അങ്ങനെ ഒരു പാരാമീറ്റർ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി പറഞ്ഞ പോലെ കുറച്ച് നാള് കഴിഞ്ഞ് ഇത് നോട്ടീസ് ചെയ്ത് ആൾക്കാര് ഇറ്റ് ഗെറ്റ് നോട്ടീസ്ഡ് ബൈ ദ റൈറ്റ് പീപ്പിൾ. അങ്ങനെ ബിഗ് ബോസിൽ കയറി. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നിർത്തരുത്. അതിന് എത്ര സ്ട്രഗിൾ ഉണ്ടായാലും അത് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര വർഷം എടുത്താലും ചിലപ്പോ അവസാനം ഇപ്പൊ എനിക്ക് മേ ബി ഐ സ്ട്രക്ക് ഗോൾഡ് അറ്റ് 42. ഐ കുഡ് ഹാവ് had the same luck in 32 but I didn't. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സമയം എത്തുമ്പോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ നമ്മൾ കീപ് അവർ സെൽഫ് ഹെൽതി, ഫിറ്റ് ആൻഡ് റെഡി ഫോർ ന്യൂ ചാലഞ്ചസ്. അത്രേ ഉള്ളൂ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാറ്റു ചെയ്തു. യെസ്, ബിഗ് ബോസിന്റെ ടാറ്റു ചെയ്തു. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ആയിട്ട്, കാരണം എന്റെ എല്ലാ ടാറ്റുക്കും മീനിങ്സ് ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ എണ്ണിയിട്ടില്ല, ഒരു 10-20 ഒക്കെ ഉണ്ടാവും. എല്ലാം സംതിങ് റിലേറ്റഡ് ടു, എല്ലാത്തിനും ഒരു കഥയുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ഒരു കഥ ഉണ്ടാവും. അപ്പൊ ഓരോ സാധനങ്ങൾക്ക് കഥയുണ്ട്. ഇത് എന്റെ ഫെർമെന്റേഷൻ, ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്താണോ? ഇതെല്ലാം ഇവിടെ അല്ല, ചിലതൊക്കെ പുറത്തുണ്ട്. ഐ മീൻ ലൈക് കൊച്ചി ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ബോംബെ ഉണ്ട്, ഒരെണ്ണം ലണ്ടനും ഉണ്ട്. അങ്ങനെയാണ്. ഞാനും ബിഗ് ബോസ് 2 ചെയ്തു. ഞങ്ങളുടെ ബിഗ് ബോസില് ഡൈനിങ് റൂമിന്റെ മേലെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫിഷിന്റെ മെയിൻ അറിയാലോ, അത് ഒരിക്കലും ബാക്കിലോട്ട് പോകത്തില്ല. ഫിഷ് എപ്പോഴും ഫ്രണ്ടിലോട്ടേ പോവുള്ളൂ. അപ്പൊ അത് ഫിഷിന്റെ ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഒരു ഐയുടെ ഒരു സംഭവം അതും ചെയ്തു. അപ്പൊ ടോട്ടലി ഇതിലിപ്പോ ഏതെങ്കിലും ഏറ്റവും എല്ലാം ഫേവറേറ്റ് തന്നെ ആയിരിക്കും നമുക്കറിയാം, എന്നാലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളോ കുറെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാ ടാറ്റു ചെയ്യുമ്പോഴും അതിനൊരു സ്റ്റോറി ഉണ്ടാവും. ഈവൻ അത് ഭയങ്കര ലൈഫായിട്ട് കണക്റ്റഡ് തന്നെ ആയിരിക്കും. അപ്പൊ എന്നാലും എല്ലാവരും പറയുന്ന സാധനങ്ങളുണ്ട്, വേറൊന്നും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഒരു യക്ഷിനെ ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാഡ് വിച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യക്ഷി ഒബിയസ്ലി എന്റെ സങ്കല്പത്തിലെ യക്ഷിയാണ്. യക്ഷി വെള്ള സാരി ഇടുന്ന യക്ഷിയല്ല, തുണിയൊന്നുമില്ല യക്ഷിക്ക്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരുപാട് ടാറ്റൂസ് ഉള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യില്ല ആൾക്കാര്. അപ്പൊ എന്നോടൊരു ഓട്ടോക്കാരൻ ചോദിച്ചത് എന്ത് വൃത്തിയുടെ അടിച്ചു വെച്ചേക്കണം. ഞാൻ പറഞ്ഞു, നീ കാണുന്ന കണ്ണിലൂടെ അത് വൃത്തികേടാണ്, ഇതിനൊരു കഥയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ യക്ഷി ഒരു സാൻഡ്വിച്ചിന്റെ പുറത്തായിരിക്കണം,
അപ്പൊ എന്റെ കോൺസെപ്റ്റിന്റെ പേര് മാഡ് വിച്ച് എന്നാണ്. ഒരു ദിവസം എനിക്ക് രാത്രി ഒരു സ്വപ്നം ഉണ്ടായി. അപ്പൊ അതിലൊരു രൂപം വന്നു, യക്ഷി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യക്ഷി. അപ്പൊ യക്ഷി എനിക്ക് അത്ര ദൃഷ്ടി കിട്ടിയുള്ളൂ യക്ഷിയുടെ സ്വപ്നത്തില്. അപ്പൊ യക്ഷി വന്നിട്ട് മേക്ക് മീ എ മാഡ് വിച്ച് എന്ന് പറഞ്ഞ് ഒരു 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 ചെറിയൊരു സങ്കല്പം. അങ്ങനെ ഞാൻ യക്ഷിക്ക് രാത്രി എഴുന്നേറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ട്. കാരണം നമ്മള് ഡ്രീംസ് എപ്പോഴും വരില്ല, നല്ല ഡ്രീംസ്. ഡ്രീംസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും ചാനൽ ചെയ്യുന്നതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡ്രീംസ് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് സാധിച്ചെടുക്കുക എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തില് സാൻഡ്വിച്ചസ് ഉണ്ടാക്കി തുടങ്ങി. അത് ഇതെന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനിപ്പോ റെസ്റ്റോറന്റ് ചെയ്തു, പിന്നെ ഞാൻ പോപ്പപ്സ് ചെയ്തു, കുറെ ഫൈൻ ഡൈനിങ് പോപ്പപ്സ് 5 സ്റ്റാർസിലൊക്കെ ചെയ്യണ പോലെ. പിന്നെ കുറെ ആൽക്കോഹോൾ പെയർഡ് ആയിട്ടുള്ള കുറെ ഇവന്റ്സ് നടത്തി, കുറെ കാര്യങ്ങൾ നടത്തി. അവസാനം ക്ലിക്ക് ആയത് സാൻഡ്വിച്ച് ഇവന്റ്. അപ്പൊ സാൻഡ്വിച്ച് ഇവന്റ് ക്ലിക്ക് ആയപ്പോ ഞാനത് ആ ഒരു സാധനം ക്ലിക്ക് ആയപ്പോഴത്തേക്കും ഈ ഒരു മാഡ് വിച്ച് ടാറ്റു ആ ഒരു സ്വപ്നത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തു. കാരണം വെച്ചാല് ഇതിപ്പോ ഞാൻ ഒരുപാട് സ്ഥലത്ത് ചെയ്തു. ഈ മാഡ് വിച്ച് എന്ന് പറഞ്ഞ എന്റെ ഇവന്റ് ബാംഗ്ലൂർ ചെയ്തു, കേരളത്തിൽ തന്നെ കോട്ടയം, തൃശ്ശൂർ, പിന്നെ കൊച്ചിയിൽ കുറെ തവണ ചെയ്തു. അങ്ങനെ പിന്നെ ഗോവയിൽ ചെയ്തു, ബോംബെയിൽ ചെയ്തു, കുറെ സ്ഥലത്ത് ചെയ്തു. ഒരുപാട് കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് 5 സ്റ്റാർ കോൺസെപ്റ്റ്സ് വേറെ ഉണ്ട്. സസ്റ്റൈനബിൾ ഗാസ്ട്രോണമി, മീറ്റമോർഫോസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതും സക്സസ്ഫുൾ ആ. ഓരോ സാധനങ്ങളും നമ്മൾ ചെയ്തു നോക്കും. അതിലിപ്പോ മാഡ് വിച്ച് എന്ന് പറഞ്ഞ സാധനം വന്നപ്പോഴത്തേക്കും ഇതാണ് സ്വപ്നം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം അതൊരു ഡ്രീമിൽ നിന്നാ തുടങ്ങുക. ആ ഡ്രീമിനെ ഞാൻ ക്യാപ്ചർ ചെയ്തേക്കണം. അപ്പൊ അതാണ് എന്റെ സ്റ്റോറി. അപ്പൊ ഇതിനകത്ത് വൃത്തികേടൊന്നും ഇല്ല, അതൊരാളുടെ കാഴ്ചപ്പാടില്ല. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ അയാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അപ്പൊ ഇപ്പൊ ഉള്ള ഒരു പറഞ്ഞു. ഓക്കെ, അപ്പോ എന്താ പറയാ, നല്ലൊരു യുനോ ഒരുപാട് വിശേഷങ്ങൾ, അതായത് യുനോ ലൈക്ക് സ്ട്രഗിൾസ് ആണെങ്കിലും വല്ല ചെറിയ ചെറിയ മോട്ടിവേഷൻസ് ആണെങ്കിലും വന്നിട്ടുണ്ട്. സ്ട്രഗിൾ ആണെങ്കിലും എന്താണെങ്കിലും ആള് ഒന്നിൽ ആസ് എ പേഴ്സൺ ചിൽ ബ്രോ പീസ് ഓൾവേസ് ആണ്. അപ്പം എന്താണ് ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ, അതോ വരണത്തെ വെച്ച് കാണാമെന്നുള്ള ഒരു പരിപാടിയാണോ? നമ്മുടെ പ്ലാൻസ് നമ്മൾ ഒരിക്കലും റിവീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മുടെ പ്ലാൻസ് ഒരിക്കലും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം പണ്ട് ഒരു പൗലോ കൊയ്ലോയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട് ഫ്രം ആൽക്കമിസ്റ്റ്. അതായത് when you want something so bad, the whole world will conspire to get it for you. Right? പക്ഷേ when you want something bad also, keep it to yourself till it is time for the whole world to know. അത് എന്റെ ഒരു രീതിയാണ്. കാരണം വെച്ചാല് ചിലപ്പോൾ നമ്മൾ പറയണ കാര്യം നടന്നില്ല, പിന്നെ നമുക്ക് വിഷമവും. പിന്നെ അത് പറഞ്ഞിട്ട് നടന്നില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇനി എന്ത് പറയും, അതുകൊണ്ട് എല്ലാം പറയാതിരിക്കുക. ഇപ്പൊ ബിഗ് ബോസിൽ എനിക്ക് കേറണമെന്ന് താല്പര്യമുണ്ട്. ഞാന് കേറണമെന്നുള്ള താല്പര്യം അറിയിച്ചത് ആദ്യം 2023 ഒരാളുടെ അടുത്താണ്. അയാള് പിന്നീട് ഓർത്തു 2025 ഓനിയിൽ ഇപ്പോഴും താല്പര്യമുണ്ടോ. അപ്പോ ഞാൻ പറഞ്ഞു യെസ്, താല്പര്യമുണ്ട്, എങ്കിൽ CV അയക്കൂ. അങ്ങനെ ഞാൻ ഒരു തവണ അയച്ചു. ഒരു തവണ തന്നെ ഫസ്റ്റ് തവണ തന്നെ എനിക്ക് ഓഡിഷൻ കിട്ടി, ഓൺലൈൻ ഒബിയസ്ലി സൂം ഓഡിഷൻ, പിന്നെ അതിനുശേഷം റിയൽ ഓഡിഷൻ. ആൻഡ് out of so many people, out of so many lakhs, I am one of the 20, the first 20. So and the time is right, എല്ലാം things will fall in place. അപ്പോഴാണ് മറ്റേ പൗലോ കൊയ്ലോയുടെ മറ്റേ കോട്ട് വരുന്നത്, whole world will conspire to get it for you. So keep doing what you're doing. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തരുത്. ഇപ്പൊ ഞാനിപ്പോഴും ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. എന്റെ എല്ലാ രീതിയിലുള്ള വെർട്ടിക്കൽസും, കമ്മ്യൂണിറ്റി ഇവന്റ്സ് ആയാലും, കമ്മ്യൂണിറ്റി മേശ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കൊരു ഇവന്റ് സ്പേസ് ഉണ്ട് അവിടെ ഫോർട്ട് കൊച്ചിയിൽ. അതിന്റെ ബേസിസിൽ ഈ സ്റ്റോറി ടെല്ലിംഗ് സെഷൻ ഉണ്ട്. പിന്നെ ടേസ്റ്റിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വേറെ സെഷൻ ഉണ്ട്, കൾണറി ആന്ത്രപ്പോളജിയുടെ. ഒരു ബനാന ലീഫില് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വെച്ചിട്ട് അതിന്റെ ഹിസ്റ്ററി പ്ലസ് ഫുഡ് കഴിക്കാനുള്ളത്, അതിന്റെ കഥകള്. അപ്പൊ അതൊക്കെ തന്നെ ലൈക്ക് എനിക്കിപ്പോ കൂടുതൽ ആൾക്കാർ എന്നെ അറിയാലോ. അപ്പൊ അതാണ് ബിഗ് ബോസിന്റെ ഒരു ഐ മീൻ ലൈക്ക് വെരി ലൈക്ക് സേ താങ്ക്സ് ടു ജിയോ ഹോട്ട്സ്റ്റാർ, ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്, എൻഡമോൾ ഷൈൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ എബിലിറ്റീസിൽ അവർ ട്രസ്റ്റ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് വി കുഡ് ഷോ അവർ എബിലിറ്റീസ് ടു ദം.
63 days അവിടെ ഉണ്ടായിരുന്നു. സോ 50 days ഈ സീസണിൽ കടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഫസ്റ്റ് മന്ത് ഈ വൈൽഡ് കാർഡൊക്കെ വരുന്നതിന് മുമ്പ് ഇറ്റ് വാസ് എ സ്ട്രഗിൾ. വൈൽഡ് കാർഡ്സിനൊക്കെ വന്നിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മളെ പണിപ്പുര ഇല്ലായിരുന്നല്ലോ, ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ പണിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഏൺ അവർ ഫുഡ്. അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ ഭക്ഷണം ഒരു സ്റ്റേജ് എത്തിയപ്പോ ഒന്നെങ്കിൽ നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം ഒന്നായി. അപ്പൊ ആയിരിക്കും വസ്ത്രം വേണ്ടെന്നായി, വേണ്ട നമ്മളിത് യൂസ്ഡ് ആയി, ഈ ബിഗ് ബോസ് വന്നിരിക്കുന്ന ഉടുപ്പ് മതി, ഭക്ഷണം വേണോടാ. കാരണം എല്ലാരും വീക്കായി തുടങ്ങി. അപ്പൊ ഈ ഗെയിമില് മെന്റൽ പ്രഷർ ഒരുപാട് ഉണ്ട് ഫ്രം ദ ഫസ്റ്റ് വീക്ക്. ഓരോരുത്തർ പതുക്കെ ആ ഇത് മാറ്റി അവർ സ്ട്രോങ് ഗെയിമേഴ്സ് ആയി. എല്ലാരും അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാന് ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് തേർഡ് വീക്ക് തൊട്ട് അപ്പായി തുടങ്ങി. ആദില നൂറൊക്കെ ഒരു ഫോർത്ത് വീക്ക് ആയപ്പോ അപ്പായി തുടങ്ങി. എല്ലാരും അങ്ങനെയാണ് മാറിയിരിക്കണത്. ഫസ്റ്റ് വീക്ക് ഭയങ്കര മുകളിൽ എന്ന് വെച്ച ആൾക്കാര് പിന്നീട് താഴത്തേക്ക് പോയി. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നത് ചിലപ്പോ വേരിഡ് ടൈംസിലായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റഡി ആയിട്ട് കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ലൈക്ക് ടോപ്പ് 5-ലും ടോപ്പ് 7-ലും ഒക്കെ ലൈക്ക് അവര് അങ്ങനെ എത്തിയേക്കണത് അങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ ഒരു ഗെയിം ഫേസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അതിലേക്ക് ഈ പറഞ്ഞ പോലെ കയറിയിട്ടുള്ളത്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു എന്താ അതിന്റെ പേര്, ബാക്കിയുള്ളവർ ഡിസേർവിംഗ് അല്ല, ബാക്കിയുള്ളവരുടെ ഗെയിം അവരുടെ രീതിയിൽ അവർ കളിച്ചു. ഞാനായാലും എന്റെ രീതിയിൽ കളിച്ചു. പിന്നെ ഓഡിയൻസിന്റെ വോട്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയില്ല. ഞാൻ എത്ര റിയൽ ആവാൻ പറ്റും അത്ര റിയൽ ആയിട്ട് നിന്നിട്ടുള്ളൂ. അപ്പൊ ആ റിയൽ കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. FC Boy was always FC Boy inside, outside, everywhere. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ആക്ച്വലി ഒനിലിന് മമ്മി സംസാരിച്ചപ്പോ ഒനിലൊക്കെ വരൂ, നല്ല തിരക്കായിരിക്കും ആ സമയത്ത്, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പുള്ള് നമുക്കറിയാലോ. അപ്പം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സ്പെഷ്യൽ താങ്ക്സ് ടു മമ്മി. കാരണം മമ്മി ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടം വരെ വന്ന് ആൻഡ് എന്താ പറയാ, കുറെ കാര്യങ്ങൾ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഹൗ യു ടേക്ക് ദ തിങ്സ്, എന്താണ് ജേർണി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുക്കിംഗ് തൽപര കക്ഷി, അതായത് ചെഫാന്ന് നമുക്കറിയാം, ഷെഫ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും ചായക്കടയിൽ വന്നു, ചായ കുടിച്ചു. അപ്പൊ എന്തായാലും ചോദിക്കാറില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുമ്പോ ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി തരാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ റെസ്റ്റോറന്റിൽ ഒരു ചായക്കട ഉണ്ടോ? അല്ല, ഞാൻ പണ്ട് റെസ്റ്റോറന്റ് വന്നപ്പോൾ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ഒരു ഫേവറേറ്റ് ഡിഷ്, ഒരു ഗോവൻ സ്റ്റൈൽ ബട്ടർ ഗാർലിക് പ്രോൺസ്. അതുണ്ടാക്കിയല്ല സെറ്റ് പൊളിയാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. ഇപ്പോ ഈ ഒരു പോഡ്കാസ്റ്റ് സെക്ഷൻ ഇവിടെ കുറെ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ കിച്ചണിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഒരു ചായ പോകുന്നു, ഇവിടെ നിന്ന് ഒരു ബട്ടർ ഗാർലിക് പ്രോൺസ് ഇങ്ങോട്ട് വരുന്നു. യെസ്. ഇതാണ് നമ്മുടെ മിസോം പ്ലാസ്. ഓക്കെ, പ്രോൺസ് ഉണ്ട്, നമുക്ക് സോൾട്ട്, പെപ്പർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിച്ചീര, കുറച്ച് ഫൈൻലി ചോപ്പ് ഗാർലിക്കും സോ എല്ലാ പ്രാവശ്യവും ഒരു ഗസ്റ്റ് അപ്പുറം ഇപ്പുറം ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ചെയ്യാന്ന് വിചാരിച്ചു. ആള് വൻ സംഭവമാണ്, ഷെഫാണ്, ലോയറാണ്. വയനാട്ടിന്റെ ബലം കൊണ്ട് അവന് ലോയർ ആയില്ലെങ്കിൽ അതിൽ അതിശയേ ഉള്ളൂ. ആൻഡ് Big Boss season 7, yes, one and only FC Boy. Welcome to the show. Thank you so much. അപ്പൊ നമ്മളിപ്പോ ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഞാൻ നമുക്ക് രണ്ടുപേരും കൂടി കഴിക്കാനുള്ള നമുക്ക് രണ്ടുപേർക്ക് മാത്രം. അതെ, പിന്നെ ഇവിടുത്തെ കുറച്ച് ക്രൂ, അടിപൊളി. അപ്പൊ അത് നമ്മൾ ബട്ടർ പതുക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാം. എന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നപ്പോ ഞാൻ ഈ ഡിഷ് അവിടെ വെക്കുവായിരുന്നു. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. പക്ഷെ നമുക്ക് തൈ സ്റ്റൈലായിട്ടും തോന്നും. അങ്ങനെയുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, ഇതിന്റെ ഒരു അപ്പീല്. ഇതിനകത്ത് ബട്ടറിന് ഒരു കുറവും പാടില്ല. അതാണ് നമ്മുടെ ഒരു
ഇതിന്റെ രീതി. പിന്നെ ബട്ടർ അത് മാത്രമല്ല, ബട്ടർ എപ്പോഴും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ബട്ടർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തിരിച്ചോണ്ടേയിരിക്കണം. അല്ല, ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബട്ടർ ഞാൻ കുറെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അധികമായിട്ട് അങ്ങോട്ട് ബട്ടർ ചൂടാക്കാനും പാടില്ല, എന്നാൽ ഇത്തിരി വാമോ ആയിരിക്കണം. ഒരു ചെറിയ രീതിയിൽ വേണം ബട്ടർ നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ ബട്ടർ ഇപ്പൊ ഒത്തിരി ഹെവി ആയിട്ട് കിടക്കണ്ടല്ലോ. ഇത് ഭയങ്കര ഈസി ആണല്ലേ, വളരെ ഈസി ആയിട്ടുള്ള. ഇതൊക്കെയാണ് പണി. ഇതിനു വേണ്ടി ചെയ്തു വെക്കുന്ന പണികൾ നല്ല പണികളാണ്. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് ബട്ടർ ഇട്ടേക്കണോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിടുക. ഓക്കെ, കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് പിടിച്ചു. പിന്നെ നമ്മള് മെയിൻ ഇമ്പോർട്ടൻസ് സാധനം ഇതില് ബട്ടർ ഗാർലിക് പ്രോൺസ് ആയതുകൊണ്ട് ഹെവി ഓൺ ഗാർലിക് ആണ്. അപ്പൊ ഗാർലിക് നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ടോ. ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത്, പിന്നെ മാത്രമല്ല ഇത് ഫീൽ ചെയ്യാൻ പാടില്ല, കഴിക്കുമ്പോ അധികം ഫീൽ ചെയ്യാൻ പാടില്ല. ഇതിനകത്തേക്ക് യോജിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ജസ്റ്റ് നല്ല മണല്ലേ. ഇതിന്റെ ലൈക്ക് ഉണ്ടാക്കാൻ മാത്രം സിമ്പിൾ ഉള്ളൂ. മറ്റേ ഡിഷിന്റെ ടേസ്റ്റ് വെച്ചിട്ട് ഇതൊരിക്കലും സിമ്പിൾ അല്ല, ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്റെ റെസ്റ്റോറന്റിൽ ഒരു വൺ ഓഫ് ദ സിഗ്നേച്ചർ ഡിഷസ് ആയിരുന്നു ഇത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനമാണ്. പിന്നെ ഇത്തിരി പെപ്പർ ഇട്ട് കൊടുക്കുക, അധികം പെപ്പർ ഇട്ട്. നമുക്ക് ഡാർക്ക് ആയി പോകാൻ പാടില്ല. കുറച്ചുകൂടി ബട്ടർ ഇടും ഇതിനകത്ത്. ബട്ടർ ലാസ്റ്റ് ആഡ് ചെയ്യും. അപ്പൊ യെസ്, നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റിലേക്ക് പോവാം. പ്രോൺസ് കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രോൺസ് ആഡ് ചെയ്തിട്ട് കൂടുതലാണ് ഇട്ടാ മതി. മാറ്റിച്ചു. അപ്പൊ ഇതിനകത്തേക്ക് പ്രോൺസ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ട്, ഇനി ഇത് ഓറഞ്ച് കളർ ആവല്ലോ പ്രോൺസ്. യൂഷ്വൽ പ്രോൺസ് ഒരു ഓറഞ്ച് കളർ ആയി വരുമ്പോഴത്തേക്കാണ് ഡിഷിന്റെ ലുക്ക് തന്നെ മാറിപ്പോണത്. കുറച്ചങ്ങട് ഇതിന് എത്ര വേവ് ടൈം? അധികം സമയമൊന്നുമില്ല. ഇത് ഭയങ്കര നമ്മള് മറ്റേ മാഗി ഒക്കെ കുക്ക് ചെയ്യണ പോലെ അത്ര സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്യാവുന്ന സാധനമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഞാനിപ്പോ യൂഷ്വലി ഇതിനകത്ത് ഒരു എന്താ പറയാ ബട്ടർ കൂട്ടിയിട്ട് നമുക്കിതൊരു ബട്ടർ വെച്ചിട്ട് ഷാറാക്കുന്ന രീതിയിലാണ് ചെയ്യുക. ഗ്രേവി ബട്ടർ. അതെ, ബട്ടർ ഗ്രേവിയാണ്. കുറച്ച് ഹീറ്റ് കൂട്ടിക്കോട്ടെ, എന്നാലേ പ്രോൺസ് ഒന്ന് ഇത്തിരി റെഡി ആവുള്ളൂ. പിന്നെ നമ്മള് പ്രോൺസ് ഒരിക്കലും റബ്ബർ പോലെ ആക്കരുത്. കാരണം ഇപ്പോൾ ഹീറ്റ് കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടി. പ്രോൺസ് ചുരുങ്ങും. അപ്പൊ അതിനനുസരിച്ച് കണ്ട ഇപ്പൊ ഇതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ആ ഒരു ഓറഞ്ചിഷ് കളർ വന്നില്ലേ. ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇടാം. അതിന്റെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും. ഹംബിൾ പരിപാടിയാണ്. ഈ ചില്ലി ഫ്ലേക്സ് ഇതിനകത്ത് ഫ്ലേവർ എങ്ങനെ കയറ്റാന്നുള്ളത് നമ്മുടെ ഈ ഇപ്പൊ ഇത്ര കൺട്രോൾ ചെയ്തില്ലേ ഹീറ്റൊക്കെ, അതിലാണ് കാര്യം കിടക്കുന്നത്. ബട്ടറാണ് ഇതിനകത്ത് എപ്പോഴും ഇമ്പോർട്ടന്റ്. നന്നായിട്ട് ബട്ടർ ഇടുക. എന്നിട്ട് ബട്ടറാണ് നമ്മുടെ ഗ്രേവി. ഞങ്ങൾ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അതിന് പ്രോൺസ് കിട്ടണ്ടേ, പരിപ്പിട്ടിരുന്നോ? ആ, ബട്ടർ ഗാർലിക് പ്രോൺസ്. ഞാൻ അവിടെ നമ്മുടെ ഹോട്ടൽ ടാസ്കില്ലേ ആ സമയത്ത് നമ്മുടെ ശോഭ വന്നപ്പോ പുള്ളിക്കാരത്തേക്ക് ഞാനൊരു മഷ്റൂം സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. മഷ്റൂം എങ്ങനെ കിട്ടി? ഹോട്ടൽ ടാസ്കിന് ഇൻഗ്രീഡിയൻസ് അവർ പ്രൊവൈഡ് ചെയ്തല്ലേ? അല്ലെങ്കിൽ എവിടെ കിട്ടാൻ? അവിടെ ആർക്കാ കൂടുതൽ കുക്കിംഗ് അറിയാവുന്ന? ആയിരിക്കേ റെസ്റ്റോറന്റ് വൈസ് എനിക്ക് അറിയുള്ളൂ. അപ്പൊ നീളോണ്ട് ഫുഡ് കിട്ടി. അങ്ങനെയല്ല, ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെന്നാണോ ഉദ്ദേശിച്ചത്? ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോ ഞാൻ, പക്ഷെ അന്നും പറഞ്ഞിട്ട് ലൈക് അനുമോളിനറിയാം, പിന്നെ ജിസേലിനറിയാം, പിന്നെ നമ്മുടെ എന്തോ അതിന്റെ പേര് ജിഷിൻ വെജ് അല്ലേ? ജിഷിൻ കുക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ആരൊക്കെ കുക്ക് ചെയ്തിരുന്ന പിന്നെ എല്ലാവരും കുക്ക് ചെയ്തിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. അല്ല, എല്ലാരും കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പക്ഷെ അവർക്കൊക്കെ എന്താ പറയാ ലൈക്ക് വീട്ടില് പണിയെടുത്ത് ശീലമില്ലാത്ത ആൾക്കാരാ.
ഒരുപാട് പേര്. അപ്പൊ ചിലവര് ഒറ്റക്ക് താമസിച്ച് ഉള്ള ആൾക്കാർക്ക് കുക്ക് ചെയ്യാൻ അറിയാം. ഇനി ഇതിന്റെ തീ കുറക്കണം. ഇനി ഇതിലിരുന്ന് വേവണം അല്ലേ? വേഗം വേണ്ട, അത് കഴിഞ്ഞ് കാണാം. ഏകദേശം ശരിയായിരുന്നു. ബട്ടർ പ്രോൺസ്. അതെ, ബട്ടർ ഗാർലിക് പ്രോൺസ്. ബട്ടർ ഗാർലിക് പ്രോൺസ്. കുക്കിങ്ങിലോട്ട് എപ്പോഴാ ടേസ്റ്റും ഐ മീൻ ആ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം പ്ലാൻ ഞാൻ റിസർച്ച് ചെയ്ത് തുടങ്ങി ഫുഡിനെ പറ്റി. അപ്പൊ ഞാൻ 180 കിലോസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് 86 ആക്കിയായിരുന്നു. അപ്പൊ 2.5 years എടുത്തു. അപ്പൊ ആ സമയത്ത് ഫുഡിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്ത് കഴിച്ചാൽ വണ്ണം വെക്കും, എന്ത് കഴിച്ചാൽ വണ്ണം വെക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. അപ്പൊ അത് പഠിച്ച് അവസാനം നമ്മള് എന്താ പറയാ, അത് നമ്മള് പഠിച്ച് വിവരം കവിഞ്ഞപ്പോ അല്ല, അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ലൈക്ക് ഞാൻ ഇപ്പൊ പുറത്തൊക്കെ പോയിരുന്നപ്പോ UK പോയിരുന്നപ്പോ ഞാൻ നോക്കുമ്പോ കൊച്ചിയിലെ കുസീൻ ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലായിടത്തും നമ്മൾ കേരള റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കാന്നിരിക്കുക. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന് സീരിയൻ ക്രിസ്ത്യൻ ഫുഡ്, പിന്നെ ഒന്ന് മലബാർ മാപ്പിള ഫുഡ്. ഇപ്പൊ വേറെ ഒന്നും കിട്ടാറില്ല. അപ്പൊ വേറെ ആൾക്കാരുടെ ഫുഡ് റെപ്രസെന്റഡ് അല്ലാന്ന് എനിക്ക് തോന്നി. അപ്പൊ ഫോർ എക്സാമ്പിൾ കൊച്ചിയിലെ കുസീൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അതിന്റെ നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പതുക്കെ റിസർച്ച് തുടങ്ങി. അങ്ങനെ കൾണറി ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ടൈപ്പ് സ്റ്റഡിയിലേക്ക് ഞാൻ മാറി. ഇന്നിപ്പോ അതിന്റെ കുറെ കാര്യങ്ങള് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും എന്റെ റെസിപ്പീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇപ്പോ ഞാൻ പണ്ട് ഒരു ഓൾഡ് റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചായിരുന്നു, 500 year old. അതിപ്പോ ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റിലൊക്കെ ഉണ്ട്. 500 year old? അതെ 500 വർഷം പഴക്കമുള്ള റെസിപ്പി. അതൊരു പ്രത്യേകതരം പോർച്ചുഗീസ് മസ്റ്റർഡ് സോസ് ആണ്. അത് പോർച്ചുഗീസ് കാലത്ത് ഇവിടെ ഉണ്ടാക്കിയിരുന്ന സാധനം ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ കുറെ വെഡിങ്സിൽ നമുക്ക് കാണാം. പക്ഷെ അതാരും ശ്രദ്ധിക്കൂല. ഞാൻ അത് ആ നെറേറ്റീവ്സ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പം ശരിക്കും ഷെഫാണ്, ലോയർ ആണ്? ഷെഫ് എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കാറില്ല, പക്ഷെ ആൾക്കാർ റെസ്പെക്ടോടെ വിളിക്കും ഷെഫ്. കാരണം വെച്ചാൽ നമുക്കിപ്പോ യൂട്യൂബിലൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ സ്വയം ഷെഫ് എന്ന് വിളിക്കാറുണ്ട്. നമ്മളെ ഷെഫ് എന്നുള്ള ആൾക്കാർ പഠിച്ചു വന്ന ഷെഫുമാർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തോണ്ടാണ്. ഞാനിപ്പോ പഠിച്ചത് പ്രൊഫഷണലി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോഴും സ്റ്റുഡന്റ് ആണെന്ന് പറയും ഇതിനകത്ത്. നമ്മൾ നമ്മുടെ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചിലവര് നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ റെസ്പെക്ടോടെ ഷെഫിന് വിളിക്കും. അത് നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യില്ല. ഇപ്പൊ ഞാൻ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്റെ ഐഡന്റിറ്റി ഷെഫാണ്. നമ്മളവിടെ അവരെ തിട്ടാൻ പോകാറില്ല. സംഭവം അത്രേ ഉള്ളൂ. ഇത് ബ്രെഡിന്റെ കൂടെ കഴിക്കാൻ യൂഷ്വലി എങ്ങനെ നമ്മൾ ഈ പോട്ടനെ കൊണ്ടു നോക്കും, ബ്രെഡ് നോക്കി കഴിക്കും. സിമ്പിൾ പരിപാടി. ഞാനൊക്കെ പക്ഷെ പ്രോൺസ് ഇങ്ങനെ വേവിച്ചുണ്ടല്ലോടാ, സമയം എടുക്കാവുന്ന ഇറക്കാൻ. ഇല്ലല്ല, ഇതിപ്പോ കുക്ക്ഡായി അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം, വളരെ സിമ്പിൾ. പിന്നെ ഈ പ്രോൺസ് ഫ്രഷ് ആയിരുന്നു. അതായത് നമ്മൾ ഈ ടെയിൽ ഉണ്ടോ, ഈ ടെയിലിന്റെ അറ്റത്ത് ബ്ലാക്ക് വരും ഫ്രഷ് അല്ലെങ്കിൽ. ശരി. വേണമെങ്കിൽ ടേസ്റ്റ് നോക്കണം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അതെ, ഉപ്പില്ലാതെ ബട്ടർ വരുന്നുണ്ടോ? ഞാൻ സോൾട്ടഡ് അല്ല എടുത്തത്. നല്ല കാര്യം. പക്ഷെ കാരണം സോൾട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എത്രയും പെട്ടെന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റണല്ലോ അമ്മ. ഓക്കെ, ഹലോ. ആദ്യം കുറച്ച് പ്രോൺസ് വെക്കട്ടെ, പിന്നെ നമുക്ക് ഗ്രേവിയിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇതുണ്ടാ, ഇതാണ് ഇതിന്റെ ജ്യൂസ്. ഓക്കെ, കണ്ടോ? ഇനി ആവശ്യമുള്ള പ്രോൺസ് എടുത്ത് കഴിച്ചു കേട്ടോ. അടിപൊളി. പ്ലീസ് റിവ്യൂ പറയൂ. അതെ, എഫ്സി ബോയുടെ ബട്ടർ ഗാർലിക് പ്രോൺസ്. ഞാൻ വിചാരിച്ചു എങ്ങനെയും ഒരു
10-15 മിനിറ്റ് എങ്കിലും പ്രയോഗം ഉണ്ടാവുന്നുള്ളത്. ഇവൻ ഉണ്ടാക്കലും എല്ലാം എടുക്കലും ഒക്കെ പടപടയെന്നായിരുന്നു. സോ സിമ്പിൾ ആണ് ആൻഡ് സോ എലഗന്റ്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്. അങ്ങനെ ഭയങ്കര വാവ് ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞെങ്കിൽ ഭയങ്കര മൗത്ത് വാട്ടറിങ്, ബിക്കോസ് ഈ സ്മെൽ അടിച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രെഡിന്റെ അവസാനത്തെ പീസ് ഉണ്ടല്ലോ, അതാരും പ്രത്യേകിച്ച് എടുക്കാറില്ല. എങ്ങനെയുണ്ട്? എടുക്കും. ലാസ്റ്റ് പീസ് അങ്ങനെ ആരും എടുക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഈ ഗ്രേവി മാത്രം മതി. ഇങ്ങനെ സത്യം നൈസ്. നമ്മൾ ഇതിനിടയിൽ ചട്ടിയൊക്കെ പഠിച്ചായിരുന്നു. അതെ, ചട്ടി പഠിക്കുമ്പോ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെയാണ്. മസ്റ്റ് ട്രൈ ഗൈസ്, മസ്റ്റ് ട്രൈ. വലിയ പണിയൊന്നുമില്ല, ഈസി, ആർക്കും വീട്ടിലുണ്ടാക്കാം. അതെ, ഉണ്ടാക്കാം. ഇതുപോലത്തെ റെസിപ്പി പറഞ്ഞത് ഇത് ശരിക്കും ഗോവൻ സ്റ്റൈലാണ്. നമുക്ക് ഗോവൻ മറ്റേ ചെറിയ ഷാക്സ് ഒക്കെ ബീച്ചിനടുത്തുള്ള അവിടെ കിട്ടുന്ന തരമാണ് ഈ ഒരു ബട്ടർഗാർലിക് പ്രോൺസ്. ഇതിനകത്ത് ചില്ലീസ് ഉണ്ട്, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്, അതാണ് ഈ ചില്ലി ഫ്ലേക്സ്. പിന്നെ എന്താണ് അതിന്റെ ഗാർലിക്കിന്റെ ചോപ്പിങ്ങിന്റെ ഒരു ഇതാണ്. അതായത് ഫീൽ ആവരുത്. ഗാർലിക് ഇപ്പൊ ഇവിടെ കിടക്കുമ്പോ കണ്ടോ ഒരു ഭയങ്കര നൈസ് ആയിട്ട് സാധനം ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല. ഫൈനലി ചോപ്ഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ പാർസ്ലിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മല്ലിച്ചീരയാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ലോക്കലി എവിടെയും കിട്ടാവുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആർക്കും വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പൊ ഈ സാധനം എന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നപ്പോ നമ്മുടെ അവിടെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ഡിഷസ് ആയിരുന്നു. പക്ഷെ ഓഫ് കോഴ്സ് പ്രസന്റേഷൻ ഒക്കെ സ്ലൈറ്റ്ലി വ്യത്യാസമായിരിക്കും. ഇത്തിരി കൂടി വലിയ പ്രോൺസ് ആയിരിക്കും, അതൊക്കെ ഉണ്ടാവും. പിന്നെ മഴക്കാലം ചെറിയ പ്രോൺസ് കിട്ടിയത് അല്ല, നല്ല പ്രോൺസ് ആയത് കുറെ ഉണ്ടല്ലോ കഴിക്കാൻ. മറ്റേതാകുമ്പോഴത്തേക്കേ ഈ ചെറിയ പ്രോൺസ് അത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം പറഞ്ഞ പോലെ വാല് റെഡ് ആയതുകൊണ്ട് ഫ്രഷ് ആണല്ലേ. ഇതൊരു തുമ്പുണ്ടോ? ഇപ്പൊ ഒരുപാട് പഴക്കമുള്ള പ്രോൺസ് ആണെങ്കിൽ ചിലപ്പോ ഇതിനകത്ത് കറുപ്പ് വരും. ഓ ശരി. ഇതൊക്കെ പക്ഷെ നമുക്ക് എന്താണ്, ഈ പ്രോൺസ് ശരിക്കും പറഞ്ഞ സീ പ്രോൺസ് അല്ല, ഇത് നമുക്ക് കെട്ടുന്ന കിട്ടുന്ന പ്രോൺസാണ്. അപ്പൊ ഇത് വലിയ സീൻ ഉണ്ടാവില്ല. പ്രോൺസിന്റെ ഫ്രഷ്നെസ് നോക്കണമെങ്കിൽ ഈ തുമ്പത്ത് അധികം കറുപ്പാവരുത്. അതെ, അപ്പൊ എന്റെ ഒപ്പം ഒരു ടിപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. സോ മസ്റ്റ് ട്രൈ ഗൈസ്. എന്തായാലും ഇതിവിടെ വൈൻഡപ്പ് ആവുകയാണ്. അടുത്ത സെക്ഷനിൽ അടുത്തൊരു ഗസ്റ്റ് ആയിട്ട് ചായ ടോക്സ് വൈബ് കൂടി വരുന്നതായിരിക്കും. സോ നമ്മുടെ FC ബോയ് എന്ന് പറയുന്ന ആളുടെ ഒരു ജേർണി, സംഭവം, കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹാനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.